കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ 23 മലയാളികൾ ഉൾപ്പെടെ 31 പേരുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറി. ഹൃദയഭേദകമായ കാഴ്ചകളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ടത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പേർ വിമാനത്താവളത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. കോടീശ്വരന്മാരാകാനല്ല, ഒരു വീട് വെക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ, മക്കളുടെ വിവാഹം നടത്താൻ. ഇതിനുവേണ്ടിയാണ് ഈ 45 പേരും പ്രവാസി ജീവിതം തിരഞ്ഞെടുത്തത്. പക്ഷേ അവരുടെ ഈ മടങ്ങിവരവ് ഹൃദയഭേദകമായിരുന്നു. ദുരന്തത്തിൽ കത്തിയമർന്ന സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ മടങ്ങി. ചേതനയേറ്റ ശരീരങ്ങളായി. പാതി പണിത വീട് പൂർത്തിയാക്കുന്നതും ആഗ്രഹിച്ചു വാങ്ങിയ കാറിൽ നാടു ചുറ്റുന്നതും ബാധ്യതകളില്ലാതെ ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി ഉറങ്ങുന്നതുമൊക്കെ സ്വപ്നം കണ്ടവർ. കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കാൻ അവർക്കിഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങി സൂക്ഷിച്ചവർ. ചേതനയേറ്റ 45 ശരീരങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ കണ്ടുനിന്നവർക്കും കണ്ണുനീരടക്കാനായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തമിഴ്നാട് മന്ത്രി KS മസ്താൻ ഉൾപ്പെടെയുള്ളവർ മൃതദേഹം ഏറ്റുവാങ്ങി. വിമാനത്താവളത്തിനു പുറത്ത് പ്രത്യേകം ക്രമീകരിച്ച പന്തലിൽ പൊതുദർശനം. പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി. സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ. പ്രവാസികൾ കേരളത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രി മുതൽ സാധാരണക്കാർ വരെ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയത്. 31 മൃതദേഹം കൊച്ചിയിൽ ബന്ധുക്കൾക്ക് കൈമാറി. 23 മലയാളികൾ, 7 തമിഴ്നാട് സ്വദേശികൾ, 1 കർണാടക സ്വദേശി. കത്തിയമർന്നത് ഓരോ കുടുംബത്തിന്റെയും വലിയ പ്രതീക്ഷകൾ കൂടിയാണ്. സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് മടക്കമില്ലാത്ത യാത്രയ്ക്കായി ഒടുവിലവർ ജന്മനാടുകളിലേക്ക് എത്തിയത്. വിഷ്ണു സുരേഷിനും S ശ്യാംകുമാറിനുമൊപ്പം വിനീത VG, 24 കൊച്ചി. മരണമടഞ്ഞവരുടെ കുടുംബത്തിനൊപ്പമാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചു. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. Everybody, the whole country is feeling so sad. This is such a serious and heart-rending tragedy. Then one does not know what to say. നമ്മുടെ രാജ്യത്തിന് തന്നെ സംഭവിച്ച ഒരു വലിയ ദുരന്തമാണ് കുവൈത്തിലുണ്ടായിട്ടുള്ളത്. ഇത്തരമൊരു ദുരന്ത വിവരം അറിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ശരിയായ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഈ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ കുവൈറ്റ് ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലിയ ദുരന്തമാണ്. കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയും മക്കളെ നോക്കുന്നതിന് വേണ്ടിയും ഒക്കെ ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഷ്ടപ്പെട്ട അവർക്കാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാം നിസ്സഹായരായി, വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി ആ കുടുംബത്തിൻ്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് നമ്മളെല്ലാവരും. ഞാൻ മലയാളി സഹോദരങ്ങളുടെ ദേഹവിയോഗത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന വലിയ മലയാളി സമൂഹത്തിൻ്റെ കൂടെ പങ്കുചേരുന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച കൊല്ലം സ്വദേശികളിൽ 2 പേരുടെ മൃതദേഹം സംസ്കരിച്ചു. ശൂരനാട് വയ്യാങ്കര സ്വദേശി ഷമീറിന്റെയും സുമേഷ് സുന്ദറിന്റെയും മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. പുനലൂർ സ്വദേശി സാജന്റെയും വെളിച്ചിൽക്കാല സ്വദേശി ലൂക്കോസിന്റെയും മൃതദേഹങ്ങൾ നാളെയാണ് സംസ്കരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ 100 കണക്കിന് ആളുകളാണ് എത്തിയത്.
പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് പ്രളയം പോലെ ഒഴുകിയെത്തിയപ്പോഴാണ് പ്രവാസ ലോകത്തേക്ക് സുമേഷ് സുന്ദരൻ ചേക്കേറുന്നത്. കുടുംബത്തിന് തണലേകാൻ വേണ്ടിയായിരുന്നു നീണ്ട 15 വർഷം സുമേഷ് കൊടുംചൂടിൽ പണിയെടുത്തത്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കിയാക്കി സുമേഷിന്റെ ചേതനയേറ്റ ശരീരം വീട്ടിലേക്ക് എത്തിയപ്പോൾ ആർക്കും സങ്കടമടക്കാനായില്ല. സുമേഷിന്റെ ഏകമകൾ 7 വയസ്സുകാരി അവനിക സുമേഷിന് യാത്രാമൊഴി ചൊല്ലിയപ്പോൾ ഒരു നാട് ഒന്നാകെ തേങ്ങി. വീട്ടുവളപ്പിലൊരുക്കിയ ചിതയിൽ സഹോദരൻ ചിതയ്ക്ക് തീ കൊളുത്തി. ശൂരനാട് വയ്യാങ്കര സ്വദേശി ഷമീറിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച ശേഷം താമരക്കുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. മന്ത്രി ജെ ചിഞ്ചുറാണി, NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മോർച്ചറിയിലേക്ക് മാറ്റിയ പുനലൂർ നരിക്കൽ സ്വദേശി സാജൻ ജോർജിന്റെയും ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസിന്റെയും മൃതദേഹങ്ങൾ നാളെ സംസ്കരിക്കും. അരുൺ രാജ്, 24 കൊല്ലം. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശികളിൽ ഒരാളുടെ മൃതദേഹം സംസ്കരിച്ചു. പ്രമാടം വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരുടെ മൃതദേഹമാണ് ഇന്ന് സംസ്കരിച്ചത്. മരിച്ച മറ്റു 4 പേരുടെയും സംസ്കാരം നാളെയും മറ്റന്നാളുമായി നടക്കും. തീപിടുത്തത്തിൽ പത്തനംതിട്ടയ്ക്ക് 5 പേരുടെ ജീവനാണ് നഷ്ടമായത്. പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച ആലപ്പുഴ പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന്റെ മൃതദേഹം തിങ്കളാഴ്ച സംസ്കരിക്കും. ഉച്ചയോടുകൂടി ആ സങ്കടവണ്ടികൾ ജില്ലാ അതിർത്തിയായ ഇടിഞ്ഞില്ലത്ത് ജില്ലാ ഭരണകൂടത്തിനായി കലക്ടർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. പ്രമാടം വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായർ നിശ്ചലനായി വീട്ടുവളപ്പിലേക്ക് കടന്നപ്പോൾ തന്നെ സങ്കടം അണപൊട്ടി. കണ്ടുനിന്നവരെല്ലാം ഒരു മാത്രയെങ്കിലും കണ്ണീരണിഞ്ഞു. മകൻ ഗിരീഷ് ചിതയ്ക്ക് തീ കൊളുത്തി. അഗ്നിനാളങ്ങൾ മുരളീധരൻ നായരെ ഏറ്റുവാങ്ങി. പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരന്റെ സംസ്കാരം നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ വീട്ടിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം 2 മണിക്കായിരിക്കും ചടങ്ങുകൾ. മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മന്റെ സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലാണ് നടക്കുക. അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്, കീഴ്വാഴ്പൂർ സ്വദേശി സിബിൻ എബ്രഹാം എന്നിവരുടെ സംസ്കാരം തിങ്കളാഴ്ചയാണ്. പുഷ്പഗിരി ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ച ആലപ്പുഴ പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന്റെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ 7:30 വീട്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം യോദാൻപുരം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാര ശുശ്രൂഷകൾ. അജീഷ് ജയകുമാറിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ഇപ്പോൾ കാസർഗോഡ് ചെർക്കളയിലെ കെ രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. രഞ്ജിത്തിന്റെ പൊതുദർശനം അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. ജില്ലാ കളക്ടർ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് മൃതദേഹം രഞ്ജിത്തിന്റെ വീട്ടിലെത്തിച്ചത്. അരുൺ, ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അവിടുത്തെ കാഴ്ചകളെ പറ്റി പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നില്ല. കാരണം നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഈ അലമുറയിടുന്ന ജനക്കൂട്ടത്തെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെയൊക്കെ എല്ലാ വീട്ടിലും കാണുന്നതാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. വിവരങ്ങൾ പറയുവാനും. ബിജുകുമാർ, രാത്രി 8:30 കൂടിയാണ് കെ രഞ്ജിത്തിന്റെ മൃതദേഹവുമായി അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തേക്ക് എത്തിയത്. ലീഗൽ ഫോർമാലിറ്റികളെല്ലാം തന്നെ പൂർത്തിയാക്കി 9 മണിയോടുകൂടി സമീപത്തെ അയൽവാസിയുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പൊതുദർശനം ആരംഭിച്ചു. വീട്ടിലെ ബാധ്യത മുഴുവൻ ചുമലിലേറ്റി 10 വർഷം മുൻപ് പ്രവാസിയായ രഞ്ജിത്തിനെ, പ്രിയപ്പെട്ട രഞ്ജിത്തിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഒരു നാടൊന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആളുകൾ, വലിയ ജനക്കൂട്ടം ഇവിടേക്ക് എത്തിയിരുന്നു. അക്ഷമരായി കാത്തുന്ന ജനക്കൂട്ടം
വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും 1 മണിക്കൂറോളം ഈ പൊതുദർശനം നീളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ മതപരമായ ചടങ്ങുകളുണ്ടാവും. അതിനുശേഷം സമീപത്ത് തന്നെ കുടുംബ ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് കുടുംബം നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും എത്രയും വൈകിയാലും ഈ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. ഇപ്പോഴും ഈ പൊതുദർശനം തുടരുകയാണ്. സമീപത്തെ വീട്ടിലാണ് ഈ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നത്. പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇനിയും ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് വിജയകുമാർ കാണാൻ സാധിക്കും. എന്തായാലും സങ്കടക്കടലായി മാറിയിരിക്കുന്നു ചെർക്കളയിലെ കുണ്ടടുക്ക പ്രദേശം എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 1 മണിക്കൂറോളം ഈ പൊതുദർശനം നീളുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷമായിരിക്കും ഈ കുടുംബ ശ്മശാനത്തിൽ, വീടിന് സമീപത്തെ കുടുംബ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിജയകുമാർ. കാസർഗോഡ് ചെർക്കളയിലെ കെ രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നാണ് അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകിയത്. സംസ്കാര ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. 100 കണക്കിന് ആളുകളാണ് രഞ്ജിത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലപ്പുറം ജില്ലക്കാരായ 2 പേരുടെ മൃതദേഹം സംസ്കരിച്ചു. തിരൂർ കൂട്ടായി സ്വദേശി നൂഹിനും പുലാമാന്തോൾ തുരുത്തു സ്വദേശി MP ബാഹുലേനുമാണ് ജന്മനാട് കണ്ണീരോടെ വിട നൽകിയത്. 11 വർഷത്തിലധികമായി പ്രവാസിയായിരുന്ന തിരൂർ കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി നൂഹ് 4 മാസം മുൻപാണ് അവധി കഴിഞ്ഞ് കുവൈറ്റിലേക്ക് പോയത്. ഹൃദ്രോഗിയായിരുന്നിട്ടും കടബാധ്യത കാരണമാണ് നൂഹ് പ്രവാസം തുടർന്നത്. ഭാര്യയും 3 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു നൂഹ്. കൂട്ടായി റാത്തീബ് ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മയ്യത്ത് നമസ്കാരത്തിന് കാർമ്മികത്വം വഹിച്ചു. പ്രായമായ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു പുലാമന്തോൾ തിരുത്ത് സ്വദേശിയായ MP ബാഹുലയൻ. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MP വേലായുധന്റെ ഏക മകനായ ബാഹുലയൻ 1 വർഷം മുൻപാണ് നാട്ടിൽ വന്നു മടങ്ങിയത്. നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തടക്കം സജീവമായിരുന്ന ബാഹുലയന്റെ അപ്രതീക്ഷിത വിയോഗം നാടിന് ഉൾക്കൊള്ളാനായിട്ടില്ല. ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിലാണ് ബാഹുലയന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. 24 മലപ്പുറം. കണ്ണൂരിലെ വയക്കരയിലുള്ള നിതിന്റെ മൃതദേഹം അല്പസമയം മുമ്പാണ് നിതിൻ നിർമ്മിക്കാനായി തയ്യാറാക്കിയ വീടിൻ്റെ തറയിൽ കൊണ്ടുവന്നത്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, നിതിന്റെ മൃതദേഹം ആ വീടിൻ്റെ തറയിൽ കൊണ്ടുവന്ന് വെച്ചു, അതിനുശേഷം തിരികെ കൊണ്ടുപോവുകയാണ്. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സജു? വിജയകുമാർ, നിതിൻ്റെ മൃതദേഹം ഇനിയിപ്പോൾ നേരെ വയക്കര ശ്മശാനത്തിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ ഇനി സംസ്കാരമാണ്. സംസ്കാരം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഏറ്റവും വൈകാരികമായ മുഹൂർത്തം, നിതിൻ യഥാർത്ഥത്തിൽ പ്രവാസിയായത് ആ കൊച്ചു വീട്ടിൽ നിന്ന് മാറി ഒരു പുതിയ വീട് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. 5 വർഷമായി പ്രവാസം. അതിനിടെ സമ്പാദ്യമെല്ലാം സ്വരുക്കൂട്ടി കഴിഞ്ഞ വരവിന് ജനുവരിയിലാണ് നാട്ടിലെത്തിയത്. ആ ഘട്ടത്തിൽ സ്ഥലത്ത് തറകെട്ടി കല്ലിറക്കി അങ്ങനെ ആ വീട് നിർമ്മിക്കാം, അടുത്ത വരവാകുമ്പോഴേക്കും വീടിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാകും എന്ന് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു. ആ വലിയ സ്വപ്നം ബാക്കിയാക്കിയാണ് യഥാർത്ഥത്തിൽ നിതിൻ പ്രിയപ്പെട്ടവരെ ഒക്കെ വേദന നൽകി വിട വാങ്ങിപ്പോകുന്നത് എന്ന വൈകാരികമായൊരു മുഹൂർത്തമുണ്ട്. അത്യന്തം വൈകാരികമായ ഒരു മുഹൂർത്തമാണ്. കാരണം എത്ര പേരുടെ ആശ്രയവും പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെയാണ് ഈ ദുരന്തത്തിനൊപ്പം ഇല്ലാതായിപ്പോയത് എന്നതുകൂടി
കാണണം, അങ്ങനെ ഒരു മുഹൂർത്തമാണ്. സുഹൃത്തുക്കൾ ആ ഒരു കാര്യം കൂടി, അതായത് അടുത്ത സുഹൃത്തുക്കളൊക്കെ ആ സ്ഥലത്തേക്ക് അവസാനമായി ഒരിക്കൽ കൂടി നിതിനെ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ആ തീരുമാനത്തിൻ്റെ കൂടി ഭാഗമാണ് പൊതുദർശനം പൂർത്തിയാക്കി കുടുംബ വീട്ടിലാണ് പിന്നീട് എത്തിച്ചത്. കുടുംബ വീട്ടിൽ അടുത്ത ബന്ധുക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് വീടിനടുത്ത് നിന്ന് കുറച്ച് ദൂരെയുള്ള ഈ സ്ഥലത്തേക്ക് മിഥുൻ ഏറെ സ്വപ്നം കണ്ട് ഏറെ ആഗ്രഹിച്ച് തറ കെട്ടിയിട്ട സ്ഥലത്തേക്ക് എത്തിച്ചത്. അവിടെ എത്തിച്ചു, അല്പസമയം അവിടെ സമയം ചിലവഴിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അങ്ങോട്ടേക്ക് മൃതദേഹം ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക. അല്പസമയത്തിനകം സംസ്കാരവും നടക്കും. വിജയകുമാർ. ഈ ദൃശ്യങ്ങൾ വയക്കര സ്വദേശി നിതിൻ്റെ മൃതദേഹം അദ്ദേഹം വീട് നിർമ്മിക്കാനായി തറ കെട്ടിയ സ്ഥലത്ത് ആ മൃതദേഹം സുഹൃത്തുക്കളൊക്കെ എത്തിച്ചപ്പോഴത്തെ ആ ദൃശ്യങ്ങളാണ്. അവിടേക്ക് മൃതദേഹം കൊണ്ടുവരിക എന്നത് സുഹൃത്തുക്കളുടെയൊക്കെ ഒരു തീരുമാനമായിരുന്നു. കാരണം വളരെ ആഗ്രഹിച്ച് നിതിൻ ഒരു വീട് പണിയാൻ വേണ്ടി തയ്യാറാക്കിയ അതിൻ്റെ തറയാണ്. അവിടെയാണ് ആ മൃതദേഹം കൊണ്ടുവന്ന് വെച്ചത്. യഥാർത്ഥത്തിൽ സജോ സൂചിപ്പിച്ചതുപോലെ നിതിൻ ഒരു പ്രവാസിയാകാൻ തീരുമാനിച്ചത് തന്നെ സ്വന്തമായി നല്ല ഒരു വീടുണ്ടാക്കുക എന്നതുൾപ്പെടെയുള്ള ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ അതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് ഇപ്പോൾ നിതിൻ എല്ലാവരെയും വിട്ടുപോകുന്നത്. വളരെ അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചകളാണ് വയക്കര സ്വദേശി നിതിൻ്റെ വീടിൻ്റെ പരിസരത്തു നിന്ന് വരുന്നത്. നിതിൻ്റെ സുഹൃത്തുക്കൾ നിതിൻ വളരെ ആഗ്രഹിച്ച് നിർമ്മിക്കാൻ തയ്യാറാക്കിയ വീടിൻ്റെ തറയിൽ ആ മൃതദേഹം കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് സമയമേ അവിടെ വെച്ചുള്ളൂ. അത് സംസ്കാരത്തിനായി വീണ്ടും അവർ ശ്മശാനത്തിലേക്ക് മാറ്റുകയാണ്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപാട് ബാധ്യതകളും പേറി ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് വിമാനം കയറിയത് ദിവസങ്ങൾക്ക് മുൻപാണ്. തീയിൽ പൊലിഞ്ഞത് ബിനോയിയുടെ ജീവൻ മാത്രമല്ല, 2 കുട്ടികളടങ്ങുന്ന കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ കൂടിയാണ്. ഒടുവിൽ എല്ലാം ബാക്കിയാക്കി ബിനോയ് തോമസ് കുന്നംകുളം വിനാഗൽ ബെറിയൽ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. 6 വർഷത്തോളം വാടക വീട്ടിലായിരുന്നു താമസം. 2.5 സെന്റ് ഭൂമി വാങ്ങി 2 ലക്ഷം രൂപ വായ്പയെടുത്ത് ഒരു ഷെഡ് കെട്ടി. പണി പൂർത്തിയാക്കാനായില്ലെങ്കിലും 2 മാസം മുമ്പ് ആ കൊച്ചുകൂരയിലേക്ക് താമസം മാറേണ്ടി വന്നു. 2 മാസമായിട്ടുള്ളൂ താമസം തുടങ്ങിയിട്ട്. ഒരു ടെമ്പററി വീടെന്നേ പറയാൻ പറ്റുള്ളൂ. 2 മാസം എന്ന് പറയുമ്പോൾ അവർക്ക് താമസിച്ചിരുന്ന വാടക വീടിൻ്റെ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. വലിയ വാടകയുള്ള വീടുകൾ കണ്ടപ്പോൾ പറ്റില്ലായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് ആ സമയത്ത് വളരെ പ്രയാസത്തിലായിരുന്നു. അപ്പോൾ ഒരു ലോണ് ശരിയാക്കി കൊടുത്തു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് താമസം മാറുന്നത്. പക്ഷേ അത് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബിനോയിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീടായിരുന്നു. 2 കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ വിശപ്പ് മാറ്റാനും ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുമാണ് ബിനോയ് ഈ മാസം 5-ന് കുവൈറ്റിലേക്ക് വിമാനം കയറിയത്. നന്നായി ജീവിച്ചു പോകണമെന്നുള്ള നല്ല താല്പര്യമാണ് അവൻ. പോരാ, ഇതുകൊണ്ട് നമുക്ക് തയ്യാറില്ല ഈ ശമ്പളം കൊണ്ട് ഇപ്പോൾ പോണ ജോലി. അപ്പം ഇങ്ങനൊരു അവസരമുണ്ട്. അവസരത്തിനായിട്ട് കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ ശരിയാക്കി കൊടുത്ത് അങ്ങനെ പോയതാണ് ആള്. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആൾ പോയത്. അപകടം നടന്ന രാത്രി 2:30 വരെ ബിനോയുമായി ഫോണിൽ സംസാരിക്കാനായെന്ന ഭാര്യ പറയുന്നു. പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല. അപകടം നടന്ന കെട്ടിടത്തിലാണ് ബിനോയ് താമസിച്ചിരുന്നതെന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ വിഫലമായി. ഒടുവിൽ ജീവനറ്റ ബിനോയിയുടെ ശരീരം വീട്ടുമുറ്റത്തെത്തിച്ചപ്പോൾ സങ്കടമടക്കി പിടിക്കാതെ ഒരു നാടാകെ തേങ്ങി. സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ബിനോയുടെ മൃതദേഹം കുന്നംകുളം വിനാഗൽ ബെറിയൽ സെമിത്തേരിയിൽ സംസ്കരിച്ചു. 24 തൃശൂർ. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശികളായ അരുൺ ബാബുവിനും ശ്രീജേഷിനും കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ് നൽകി ജന്മനാട്. വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് ആര്യനാട് ഉഴമലക്കൽ സ്വദേശി അരുൺ ബാബുവും വർക്കല ഇടവ സ്വദേശി ശ്രീജേഷും യാത്രയായത്. ഉറ്റവരുടെയും സുഹൃത്തുക്കളുടെയും ഹൃദയം നുറുങ്ങുന്ന നിലവിളി കണ്ടുനിന്നവരുടെ പോലും കരളു പിളർത്തുന്ന വേദനയായി മാറി. ഉഴമലക്കൽ സ്വദേശി അരുൺ ബാബു യാത്രയാകുമ്പോൾ വീടെന്ന സ്വപ്നം ബാക്കി. വൈകിട്ട് 4 മണിയോടെ അരുണിന്റെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്ന് വട്ടപ്പാറ പൂവത്തൂരിലെ ഭാര്യ വീട്ടിലെത്തിച്ചു. 10 മിനിറ്റ് നീണ്ട പൊതുദർശനം ശേഷം കുടുംബ വീടായ ഉഴമലക്കൽ
കുര്യാത്തിയിൽ. മണിയോടെ സംസ്കാര ചടങ്ങുകൾക്കായി വീടിന് സമീപത്തെ പുരയിടത്തിലേക്ക് മൃതദേഹം എത്തിച്ചു. അച്ഛനും സഹോദരിയും ഉറങ്ങുന്ന അതേ മണ്ണിൽ അരുൺ ബാബുവിനും അന്ത്യവിശ്രമം. ആറ് ദിവസം മുൻപ് കുവൈറ്റിലേക്ക് പോയ ഇടവ സ്വദേശി ശ്രീജേഷിന്റെ വിയോഗ വാർത്തയറിഞ്ഞ അമ്പരപ്പിലായിരുന്നു നാട്ടുകാർ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 5 മണിയോടെ ഇലകമൺ കേടാകുളത്തെ സഹോദരിയുടെ വീട്ടിലേക്ക് ശ്രീജേഷിന്റെ മൃതദേഹം എത്തിച്ചു. സഹോദരി ആരതിയും ഭർത്താവ് രാജേഷും അബുദാബിയിൽ നിന്ന് തൊട്ടു പിന്നാലെ എത്തി. ഇടവ പാറയിൽ മൂടില്ലവിളയിലെ ശ്രീജേഷിന്റെ കുടുംബ വീട്ടിൽ പൊതുദർശനം. സ്വപ്ന വീടിനായി കെട്ടിയ ബേസ്മെന്റിന് പുറത്ത് കിടത്തിയിരുന്ന ശ്രീജേഷിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നാട്ടുകാർ തിങ്ങി നിറഞ്ഞു. സർക്കാർ പ്രതിനിധിയായി കളക്ടർ ജെറോമിക് ജോർജ്, സ്ഥലം MLA വി ജോയ് എന്നിവർ സംസ്കാര ചടങ്ങിൽ സംബന്ധിച്ചു. സഹോദരി ഭർത്താവ് രാജേഷ് അന്ത്യകർമ്മങ്ങൾ ചെയ്തു. 24 തിരുവനന്തപുരം. കുവൈറ്റിലേക്ക് പോകാൻ മന്ത്രി വീണ ജോർജിന് അനുമതി നിഷേധിച്ച കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര നിലപാടിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. വിവാദത്തിന്റെ ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. വീണ ജോർജ് കുവൈറ്റിലെത്തിയിട്ട് എന്ത് ചെയ്യാൻ എന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചോദ്യം. 24 മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ പ്രതിനിധികളെ കുവൈറ്റിലേക്ക് അയക്കാൻ പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. കേന്ദ്രം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതിനാൽ മന്ത്രി വീണ ജോർജിന് അവസാന നിമിഷം യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നു. ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മന്ത്രി ഏറെ നേരം കാത്തിരുന്ന ശേഷം മടങ്ങി. കേന്ദ്രത്തിന്റേത് ശരിയല്ലാത്ത സമീപനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു വിവാദത്തിന്റെ സമയം അല്ല, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹമെന്ന് മന്ത്രിമാരായ വീണ ജോർജ്, കെ രാജൻ, സജി ചെറിയാൻ എന്നിവർ പ്രതികരിച്ചു. കേന്ദ്രത്തിന്റേത് തെറ്റായ സന്ദേശമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വിമർശിച്ചു. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ആരോഗ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് കുവൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി കൊടുക്കായിരുന്നു. ഇത്തരം സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുക എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദേശകാര്യ മന്ത്രാലയം കൃത്യമായ ഇടപെടൽ നടത്തിയെന്നും വിവാദത്തിന്റെ ആവശ്യമില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. രാജ്യത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും. വീണ ജോർജ് പോയിട്ട് എന്താണ് ചെയ്യാനുള്ളതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. What is the actual work which will be done there? Already the government of India's ministers were in Kuwait and they are bringing today. So yesterday and today few hours are there. So what will you achieve there even if you are able to reach there? ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി ഗവർണർക്ക് മറുപടി നൽകി. ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു പൊതുരീതിയും സംസ്കാരവും ഉണ്ടല്ലോ, അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. സംസ്ഥാന പ്രതിനിധി കുവൈറ്റിലെത്തേണ്ട അടിയന്തര സാഹചര്യമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ അഭിനന്ദനാർഹമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. വടകരയിലെ വ്യാജ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ പ്രൊഫൈലുകൾക്കെതിരെ അന്വേഷണം തുടങ്ങിയതായി പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കും. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ PK ഖാസിമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്ന് വടകര പോലീസ് വ്യക്തമാക്കി. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് K ഖാസിം നൽകിയ ഹർജിയിലാണ് SHOയുടെ റിപ്പോർട്ട്. സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതും പ്രചരിപ്പിച്ചതും PK ഖാസിമിന്റെ മൊബൈൽ ഫോണിൽ നിന്നല്ലെന്ന് വ്യക്തമായതായി പോലീസ് കോടതിയെ അറിയിച്ചു. കേസിൽ ഫേസ്ബുക്ക് നോഡൽ ഓഫീസറെ പ്രതിയാക്കി പ്രേരണാകുറ്റം ചുമത്തിയിട്ടുണ്ട്. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു.
വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ ഫേസ്ബുക്ക് പേജുകളിലാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 24 കൊച്ചി. BJPക്കെതിരെ വിമർശനവുമായി വീണ്ടും RSS. ഭക്തി നിർവഹിച്ചിരുന്ന പാർട്ടി ക്രമേണ അഹങ്കാരിയായി മാറിയെന്ന് ജയ്പൂരിലെ പൊതുവേദിയിൽ RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ വിമർശിച്ചു. ഉത്തർപ്രദേശിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ RSS മേധാവി മോഹൻ ഭാഗവതുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കൂടിക്കാഴ്ച നടത്തും. പൊതുതെരഞ്ഞെടുപ്പിന് പിന്നാലെ BJPയോടുള്ള അമർഷം പല വേദികളിൽ RSS നേതാക്കൾ ആവർത്തിക്കുകയാണ്. നാഗ്പൂരിലെ RSS സമ്മേളനത്തിൽ മോഹൻ ഭാഗവത് മുനവെച്ച വാക്കുകൾ പ്രയോഗിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജയ്പൂരിൽ RSS ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രേഷ് കുമാറിന്റെ വിമർശനം. രാമഭക്തിയിൽ നിന്ന് അഹങ്കാരത്തിലേക്ക് വഴിമാറിയ പാർട്ടി 241 സീറ്റിൽ ഒതുങ്ങിയെന്ന് ഇന്ദ്രേഷ് കുമാർ പറഞ്ഞു. जिन्होंने राम की भक्ति की पर धीरे धीरे अहंकार आ गया, उस पार्टी को सबसे बड़ी पार्टी घोषित कर दिया. ഇന്ത്യ മുന്നണി രാമവിരോധികളെന്നും ഇന്ദ്രേഷ് കുമാർ ആരോപിച്ചു. ഉത്തർപ്രദേശിലെ തിരിച്ചടിക്ക് പിന്നിൽ RSS വിമുഖതയാണെന്ന BJPയുടെ വിലയിരുത്തലിനിടയിലാണ് തുടർച്ചയായുള്ള വിമർശനങ്ങൾ. ഉത്തർപ്രദേശിൽ BJP നേരിട്ട തിരിച്ചടിക്കിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് RSS മേധാവി മോഹൻ ഭാഗവതുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. അനുനയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. 24 ഡൽഹി. ബാർക്കോഴ വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ അർജുന്റെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. മകനും തനിക്കുമെതിരായ നീക്കത്തിനു പിന്നിൽ ബാർ ഉടമ അനിമോന്റെ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ ബന്ധുവാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു. മദ്യനയത്തിന് പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമ അനിമോൻ ശബ്ദരേഖ പങ്കുവച്ച ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ് അർജുൻ രാധാകൃഷ്ണൻ. മുൻപ് ഗ്രൂപ്പ് അഡ്മിനുമായിരുന്നു. ഇതിനാലാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് ജവഹർ നഗർ ഓഫീസിൽ ഹാജരാകാൻ അർജുന് നോട്ടീസ് നൽകിയത്. എന്നാൽ അവസാന നിമിഷം മൊഴിയെടുപ്പ് അർജുന്റെ വീട്ടിലേക്ക് മാറ്റി. അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമല്ലെന്ന് ആവർത്തിച്ച അർജുൻ അന്വേഷണ സംഘത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്നും പ്രതികരിച്ചു. എന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിലുള്ള ഞാൻ അവരോട് മറുപടി കൊടുത്തിട്ടുണ്ട്. അവരും തൃപ്തികരമായിട്ടാണ് അവർ തിരിച്ചു പോയെന്നുള്ളതാണ് എൻ്റെയും വിശ്വാസം. ഇനി ഒരു പ്രത്യേക ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യം ഞാൻ ഗ്രൂപ്പിലില്ല. അദ്ദേഹം ഒരു വ്യവസായം നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് ഓൾറെഡി അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മെമ്പർഷിപ്പും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും. അതിൻ്റെ അകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ബന്ധവുമില്ല. ബാർ ഉടമ അനിമോന്റെ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ ബന്ധുവാണ് തനിക്കെതിരായ ആരോപണത്തിന് പിന്നിലെന്ന വെളിപ്പെടുത്തലുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി. അനിമോൻ എന്ന് പറയുന്ന ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കോട്ടയത്തു നിന്നുള്ള ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുടെ അടുത്ത ബന്ധുവാണ്. എല്ലാവർക്കും അറിയാതൊക്കെ. ഞാൻ ഇനി അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി മുഴുവൻ ഡീറ്റെയിൽസും കൂടെ അങ്ങോട്ട് പറയും. അതുകൊണ്ട് ഈ ബന്ധം ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരൊന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. കാരണം വേറെ ശബ്ദരേഖയുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. ഇതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കോട്ടയത്തെ വീട്ടിലേക്ക് CPIM മാർച്ച് നടത്തി. ബാർക്കോഴ ആരോപണം അർജുന്റെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചനയെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. 24 തിരുവനന്തപുരം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ NTA-ക്ക് സുപ്രീം കോടതി നോട്ടീസ്. കൗൺസിലിംഗ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി അനുവദിച്ചില്ല. പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകി. നീറ്റ് പരീക്ഷാ ക്രമക്കേടും ചോദ്യപേപ്പർ ചോർച്ചയും അന്വേഷിക്കണമെന്ന ഹർജികളിലാണ് സുപ്രീം കോടതി NTA-ക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചത്. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾക്കൊപ്പം അടുത്ത മാസം 8-ന് കേസ് വീണ്ടും പരിഗണിക്കും. കോച്ചിംഗ് സെന്ററിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതിന് കാരണം നീറ്റ് UG ഫലങ്ങളല്ലെന്നും CBI അന്വേഷണത്തിനായി വൈകാരിക വാദങ്ങൾ ഹർജിക്കാർ ഉന്നയിക്കരുതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരും NTA-യും വിദ്യാർത്ഥികളെ ഇരുട്ടിൽ നിർത്തുന്നുവെന്ന് ആരോപിച്ചാണ് ശാസ്ത്രി ഭവനിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ട വിദ്യാർത്ഥികൾ നിവേദനം കൈമാറി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ केंद्र सरकार प्रतिज्ञाबद्धमाണെന്ന് मंत्री അറിയിച്ചു. कोर्ट की आदेश के हिसाब से हम सब बंधे हुए हैं. जैसे कल भी एक आदेश आया है कि इन बच्चों को ऐसे ही तरीके में री एग्जामिनेशन की अवसर दे दिया जाए. कोर्ट जैसे कहेगा उसको सबके लिए मान्य होगा. കോടതി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതോടെ നീറ്റ് കൗൺസിലിംഗ് ഉടൻ ആരംഭിക്കും. അതേസമയം 580 മാർക്കിൽ കൂടുതൽ നേടിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പരീക്ഷാ കേന്ദ്രങ്ങളുടെ വീഡിയോ റെക്കോർഡിംഗും പുറത്തുവിടണമെന്നാണ് ആവശ്യം. 24 ഡൽഹി.
ആലപ്പുഴ ചെങ്ങന്നൂരിൽ 17 കുട്ടികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ്സിന് തീപിടിച്ചു. ഡ്രൈവർ കുട്ടികളെ പുറത്തിറക്കിയതിനാൽ വൻ അപകടം ഒഴിവായി. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. വിശദ പരിശോധനയ്ക്ക് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മാന്നാർ ഭുവനേശ്വരി സ്കൂളിന്റെ ബസ്സിനാണ് ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ച് തീപിടിച്ചത്. പുക ഉയർന്നതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം നിർത്തി കുട്ടികളെ പുറത്തെത്തിച്ചു. അല്പസമയത്തിനുള്ളിൽ സ്കൂൾ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. വണ്ടി നിർത്തിയപ്പം കുട്ടികളോട് ഇറങ്ങിക്കൊള്ളാൻ പറയും. പോകേണ്ടപ്പോൾ ഇറങ്ങി ഞങ്ങൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. കുട്ടികളെല്ലാം 17 കുട്ടികളുണ്ട്, അവരെല്ലാം സുരക്ഷിതരാണ്. ബസ്സിൽ 17 കുട്ടികളുണ്ടായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. മറ്റൊരു ബസ്സിൽ മുഴുവൻ സ്കൂൾ കുട്ടികളെയും അവരുടെ വീടുകളിലെത്തിച്ചു. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണൻ വാഹനത്തിൽ പരിശോധന നടത്തി. ബസ്സിന് എല്ലാ രേഖകളുണ്ടെന്നും കൂടുതൽ പരിശോധന നടത്തുമെന്നും RTO അറിയിച്ചു. ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതിന് ശേഷം അത് ഇങ്ങനെ എഞ്ചിൻ്റെ പോർഷനിലേക്ക് തീ പിടിച്ചായിരിക്കാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലായിട്ട് പരിശോധന നടത്തി മാത്രമേ ഒരു കൃത്യമായിട്ടുള്ള ഒരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സംഭവത്തിൽ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്തു. 24 ആലപ്പുഴ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട്, G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാർപ്പാപ്പയുമായി ചർച്ച നടത്തി. മാർപ്പാപ്പയെ നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട്. G7 ഉച്ചകോടിയെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി ഒരേ സമയം ആവേശവും ഭീഷണിയും ഉയർത്തുന്നു എന്നാണ് അദ്ദേഹം ഉച്ചകോടിയിൽ പറഞ്ഞത്. G7 ഉച്ചകോടിയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദ്യ പോപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന വിവരം കൂടി ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ്. G7 ഉച്ചകോടിയിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം അത് മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴാണ് ഇന്ത്യയിലേക്ക് എത്തുക, സന്ദർശനം എപ്പോഴാണ് എന്നതിൻ്റെ തീയതി ഒരുപക്ഷെ ഇപ്പോഴറിയാം, ഈ ദിവസങ്ങളിൽ അറിയാമെന്ന് സൂചനയുണ്ടായിരുന്നു. ഈ ഘട്ടം വരെ അതിൻ്റെ സൂചനകൾ വന്നിട്ടില്ല എന്നുകൂടി അറിയിക്കുന്നു. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം.